ഏകദേശം സൺസെറ്റ് ആറായിട്ടോ. നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഇവിടുത്തെ എല്ലാ ബീച്ചും ഇപ്പോൾ ഏകദേശം അജ്മാനിലൊക്കെ ഉള്ള എല്ലാ ബീച്ചുകളും ഞാൻ കണ്ടു എന്നാണ് തോന്നണേ. കാരണം എൻ്റെ മാഡം ഇങ്ങനെ പുള്ളിക്കാരി എപ്പോഴും പറയണ ഒരേ ഒരു കാര്യമുള്ളൂ, നീ അങ്ങനെ വീട്ടിലിരുന്നിരുന്നിരുന്നിരുന്ന് എൻ്റെ ഉമ്മാൻ്റെ മാതിരി നീ ആയി പോകരുത് എന്ന് പറയും. എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ അമ്മ എൻ്റെ പേഷ്യൻറ്റ് ഇങ്ങനെ പുറത്തിറങ്ങാനൊക്കെ വലിയ മടിയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആയി പോകരുത്, നീയും പുള്ളിക്കാരനെ പോലെ സിക്കായി പോകും. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് മിക്ക ദിവസവും ബീച്ചിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഏകദേശം അജ്മാനിൽ ഷാർജയിലൊക്കെ ഉള്ള ബീച്ചൊക്കെ ഞാൻ കണ്ടിട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ഞാൻ വിചാരിക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാതിരിയാണ്. കാരണം നമ്മൾ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇതോടുകൂടി എന്താ പറയുക 2 വർഷവും നമ്മൾ അറബിക് ഫാമിലിയിൽ ഇനി എൻ്റെ വിസ തീർന്ന് ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോഴേ പുറം ലോകം കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളൊരു ധാരണയിലാണ് ഞാൻ പോകുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ കേട്ടിരിക്കുന്നത്. പക്ഷേ താങ്ക് ഗോഡ് എൻ്റെ ഫാമിലി നല്ല ഫാമിലിയാണ്. അവിടെ വന്ന് എന്ത് ഞാൻ ചെയ്തിട്ടാണ് മുന്നേ എന്തൊക്കെ ഒരു ജന്മ പുണ്യം എന്നൊക്കെ പറയാം, അതുമാതിരി അത്ര അധികം നമ്മളെ കെയർ ചെയ്യുന്നൊരു ഫാമിലിയിലൊക്കെ എനിക്ക് വന്ന് കയറാൻ പറ്റി. അപ്പോൾ അങ്ങനെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് ജോലികൾ ഒരുപാട് ആളുകളുടെ കൂടെയൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടോ എനിക്ക് ഈ ചെയ്യുന്ന ജോലിയുടെ അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കുറേ കൂടെ ഫ്രീഡം ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെ ആണെങ്കിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് വന്ന സമയത്ത്, കാരണം ഞാൻ വളരെ മാനസികമായിട്ട് സ്ട്രെസ്സും ഡിപ്രഷനും ടെൻഷനൊക്കെ അനുഭവിച്ചിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം, ഇന്നിങ്ങനെ പോയാൽ പോരാ, എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ് എന്നൊന്നും നമുക്കറിയില്ലല്ലോ, എന്തിനിങ്ങനെ ജീവിക്കുന്നതൊക്കെ ഒരു ചോദ്യം നമ്മൾ സ്വയം ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയ സമയത്താണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം, പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കെയർ ഗിവർ ആകാനുള്ള കുറേ കോഴ്സുകളൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. അത് പഠിക്കുമ്പോഴും എനിക്കറിയില്ല ഞാനിങ്ങനെ യു എയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഹോം കെയറിലൊക്കെ ഞാൻ നിൽക്കും എന്നുള്ളത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫ്രീഡം ആയിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്തിട്ടൊരു ഹോം കെയറിലൊന്നും വന്ന് ഞാൻ നിൽക്കും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷേ എന്തുകൊണ്ടോ ദൈവം എന്നെ ഇവിടെ എത്തിച്ചു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു ജോലിയിലോട്ട് ഞാൻ വന്നതോടുകൂടി എൻ്റെ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ പേഴ്സണാലിറ്റി തന്നെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഞാൻ മുന്നേ എനിക്കൊരു വീഡിയോ ഇങ്ങനെ എടുക്കാമെന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിയും മടിയൊക്കെ ഉള്ളൊരു കാര്യമായിരുന്നു. എന്താ പറയുക, എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ക്യാമറ ആണെങ്കിൽ പോലും ഇതിനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ചുറ്റപ്പോഴും ആളുകൾ വേണം, അതല്ലെങ്കിൽ എനിക്ക് ഒറ്റപ്പെട്ടു പോയോ, എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പം വേറൊരു രാജ്യത്ത് വന്നിട്ട് വേറെ ആരുടെയും സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്നു. നേരത്തെ ഞാൻ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യണു. നേരത്തെ ഞാൻ നാട്ടിൽ നിന്നപ്പോൾ എൻ്റെ ചുറ്റും കുറേ ആളുകൾ ഉണ്ടായിരുന്നപ്പം എൻ്റെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റാത്ത സൗകര്യമൊക്കെ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് നിന്ന് നമ്മൾ കൊടുക്കണം. അപ്പോൾ എനിക്ക് ഇപ്പം വരാൻ നിൽക്കുന്ന സ്ത്രീകളോടൊക്കെ അവരെല്ലാവരും എന്നോട് പറയും കേട്ടോ, എല്ലാ ആളുകളും വരുന്നത് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. എല്ലാവരും എന്നോട് ഓപ്പണായിട്ട് പറയാറുണ്ട് കേട്ടോ. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് എന്തുകൊണ്ടാണ് എല്ലാവരും ഓപ്പണായിട്ട് എന്നോട് പറയുന്നത്, നല്ല ചേച്ചി ഫൈനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വരുന്നതെന്ന് പറയും. അതും BSc ഒക്കെ പഠിച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള പിള്ളേരൊക്കെയാണ് പറയണേ. അപ്പോൾ ഞാൻ അവരോട് പറയും ഞാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ട് തന്നെ വന്ന ആളാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാകും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അത്രയും എന്താ പറയുക, നമ്മളൊരു പേഷ്യൻറ്റിനെ സഹായിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യനെ സഹായിക്കുക എന്ന് പറയുന്നത് വേറെ ആർക്കും അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ജോലിയല്ലല്ലോ. അപ്പോൾ അതിന് ദൈവം എന്തെങ്കിലും ഒരു റിസൾട്ട് നമുക്ക് തരാതിരിക്കില്ല. അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിലുള്ള അനുഭവം വെച്ചിട്ടാട്ടോ ഞാൻ പറയണത്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ഒരു ജോലിയിലേക്ക് വന്ന് കയറുമ്പോൾ എനിക്ക് ഇത്രയധികം ബ്ലെസ്സിങ്സ് ഉണ്ടാകും, ഞാൻ ഇത്ര ബോൾഡാകും, എൻ്റെ സ്വഭാവത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ വരും, എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ആവശ്യമുണ്ടോ, പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ഉള്ളിലിരുന്ന ഒരാൾ പറഞ്ഞു അത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കൂടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അങ്ങനെ കയറുന്നില്ലല്ലോ എന്ന് പറയും. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ വീഡിയോസ് ഒരുപാട് കാണുന്ന ആളുകൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അവർ പറയും ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്തൊരു ധൈര്യമുണ്ട് കയറി വരാനായിട്ടാണെങ്കിലും ജോലി ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളതിൻ്റെ ആൻസർ ഇപ്പോൾ എനിക്കത് കൂടുതൽ ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അങ്ങനെ മടിയൊന്നുമില്ല. മറ്റേത് ഞാൻ വളരെ എന്താ പറയുക, ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ കുറേ തവണ സംസാരിച്ച് കഴിയുമ്പോഴേ ഞാനൊരു വീഡിയോ ഒക്കെ ഇടണേ. ഇപ്പോൾ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. കാരണം എനിക്കറിയാം എൻ്റെ പെർഫെക്ഷൻ അല്ല ആളുകൾ നോക്കണേ, ഒരു ട്രസ്റ്റാണ്. നമ്മൾ ഓക്കെ ചേച്ചിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, എവിടെ എത്താതെ വഴിമുട്ടി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. നമുക്ക് നാട്ടിൽ 15,000 ശമ്പളം കിട്ടിയിരുന്ന ആളുകൾക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് 50,000 മേടിക്കുമ്പോൾ നമ്മുടെ സാലറിനേക്കാൾ 3 ഇരട്ടിയാണ്. അപ്പോൾ ഈ കൂടുതൽ ആളുകൾക്കും വരാൻ വേണ്ടിയിട്ടൊക്കെ പേടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ ഒരു വീഡിയോ കാണുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് ചേച്ചിയുടെ പേടി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ ഒരു ധൈര്യം കിട്ടുന്ന പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോസൊക്കെ ഇടാനായിട്ട് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്. ഇതുപോലെ പേടിച്ചും കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറേ ആളുകൾക്ക് ഒരു ലൈറ്റ് ആവാനായിട്ടായിരിക്കും. എനിക്കതിനകത്ത് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് മെസ്സേജ് ചെയ്യുന്ന ആളുകൾക്കും എന്നോട് സംസാരിക്കുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ നന്ദി. ഇനിയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കിന് വന്നേ ഉള്ളൂ. ഇടക്കിടക്ക് ഇങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. എനിക്ക് വേറെ ആരും സംസാരിക്കാനില്ലല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ വീഡിയോ വഴി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ സംസാരിക്കാം.